ഹലോ ഗൈസ്, നല്ലപോലെ ഇളക്കിയ ഒരു ചിക്കൻ സ്റ്റൂ ആയിട്ട് ഞാൻ ഇന്ന് വന്നേക്കുന്നത് കേട്ടോ. അതിന് വേണ്ടി നമ്മളിതാ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് സ്പൈസസും കൂടിയിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നല്ലതുപോലെ ഇളക്കണം. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടിയിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് അതും നല്ലപോലെ ഇളക്കി അടച്ചു വെച്ച് ഇതുപോലെ മൂത്ത് വരുമ്പോഴത്തേക്കിനും അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാരറ്റും പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചേക്കുന്ന ചിക്കൻ കൂടി നല്ലപോലെ കഴുകി വൃത്തിയാക്കി കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടിയിട്ട് അതും നല്ലപോലെ ഇളക്കണം. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടിയിട്ട് ഒരു ശകലം പോലും വെള്ളം ഒഴിക്കാതെ നമ്മൾ അടച്ചു വെക്കണേ. അടച്ചു വെച്ച് വേവിച്ചതാ നല്ലപോലെ വെന്ത് കഴിഞ്ഞ് അതിലെ വെള്ളമൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേനും നമ്മുടെ ചിക്കൻ അവിടെ വെന്ത് കഴിയും. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങും കൂടിയിട്ട് കുറച്ച് നല്ല ഇച്ചിരി കട്ടിക്ക് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കണം. തേങ്ങാപ്പാലിന് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച തേങ്ങാപ്പൊടിയും കൊണ്ടാണ് ഉണ്ടാക്കിയത്. അതിനുശേഷം നെയ്യിൽ വറുത്ത കുറച്ച് കശുവണ്ടി അതും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡിയാണേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ എന്തായാലും ഇവിടെ അപ്പത്തിൻ്റെ കൂടെയാണ് ചിക്കൻ സ്റ്റൂ കഴിക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുകയല്ല, നല്ല അടിപൊളി സാധനമാണ്. എനിക്ക് ഈ സാധനം വലിയ ഇഷ്ടമാണ്. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആക്കി വരുമ്പോഴത്തേക്കും ബൈ ബൈ.